ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേൽസിലേക്ക് സ്വാഗതം. കുട്ടികളുള്ള വീടുകളിൽ പിണക്കങ്ങളൊക്കെ പതിവുള്ളതല്ലേ. അമ്മമാർക്ക് ചിലപ്പോൾ വലിയ ദേഷ്യമൊക്കെ വരാറുണ്ട്. ഇണക്കവും പിണക്കവുമൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് പാവക്കുട്ടി. മിയക്കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഓർക്കുംതോറും സങ്കടം ഏറിയേറി വരുന്നു. അമ്മ വന്ന് നോക്കി. ഇതുവരെ എഴുന്നേറ്റില്ലേ? അമ്മയ്ക്ക് ദേഷ്യം വന്നു. ഇന്നലെ സ്കൂൾ വിട്ട് വന്നപ്പോൾ മുതലുള്ള കരച്ചിലാണ്. ഇതുവരെ നിർത്താറായിട്ടില്ല. കാര്യം ഇതാണ്, അവളൊരു പാവക്കുട്ടിയെ ഉണ്ടാക്കിയിരുന്നു. സ്കൂൾ വിട്ട് വന്നപ്പോൾ അവളുടെ കുഞ്ഞനിയൻ അത് പിച്ചിപ്പറിച്ചിട്ടിരിക്കുന്നു. കുഞ്ഞനിയൻ പതിയെ മുറിയിലേക്ക് എത്തി നോക്കി. മേക്കുട്ടി അനിയനെ തുറിച്ചു നോക്കി. എല്ലാം ചെയ്തു വെച്ചിട്ട് വന്നിരിക്കുന്നു. അവൻ പേടിച്ച് ഓടിപ്പോയി. അമ്മ വീണ്ടും വന്ന് നോക്കി. നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? അവളൊന്നും മിണ്ടിയില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. അമ്മ പറഞ്ഞു, അത് പോകട്ടെ, നമുക്ക് മറ്റൊരു പാവക്കുട്ടിയെ മേടിക്കാം. അവൾ ദേഷ്യത്തോടെ അമ്മയെ നോക്കി. അമ്മയ്ക്ക് തോന്നി ഒന്നും പറയണ്ട. അമ്മയോർത്തു, വലിയ സന്തോഷത്തോടെയല്ലേ അവൾ ആ പാവക്കുട്ടിയെ ഉണ്ടാക്കിയത്. കുറച്ചുകൂടി പണി ബാക്കിയുണ്ടായിരുന്നു. സ്കൂൾ വിട്ട് വന്നിട്ട് എല്ലാം ചെയ്ത് പൂർത്തിയാക്കണം എന്നും പറഞ്ഞു പോയതാ. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം? മിയക്കുട്ടി ഓർക്കുകയായിരുന്നു, താൻ ആദ്യമായിട്ടല്ലേ ഒരു പാവക്കുട്ടിയെ ഉണ്ടാക്കിയത്. പാവക്കുട്ടിക്ക് കൈകൾ വച്ചപ്പോൾ തന്നെ തലോടുന്നത് പോലെയല്ലേ തനിക്ക് തോന്നിയത്. കാലുകൾ പിടിപ്പിച്ചപ്പോൾ അവൾ നൃത്തം ചവിട്ടുകയായിരുന്നില്ലേ. നീല കണ്ണുകളാണ് താൻ അവൾക്ക് വച്ചു കൊടുത്തത്. ആ കണ്ണുകൾ വിടർത്തിയപ്പോൾ പൂമ്പാറ്റ പറക്കുന്നത് പോലെ തോന്നി. പാവക്കുട്ടിക്ക് ചുണ്ടുകൾ വരച്ചപ്പോൾ അവൾ എത്ര മനോഹരമായിട്ടാണ് തന്നെ നോക്കി ചിരിച്ചത്. മിയക്കുട്ടി ഏങ്ങലടിച്ച് കരഞ്ഞു. എപ്പോഴും അവൾ മയങ്ങിപ്പോയി. പാവക്കുട്ടിയുടെ പൊട്ടിച്ചിരി കേൾക്കാം. അവൾ തനിക്ക് ചുറ്റും നൃത്തം ചവിട്ടുകയാണ്. കൈകളിൽ കുപ്പിവളകൾ കിലുങ്ങുന്നു. കാലുകളിൽ കുഞ്ഞി ചിലങ്ക. കൈകൾ വീശി കാലുകൾ ചവിട്ടി അവൾ നൃത്തം ചെയ്യുകയാണ്. മിയക്കുട്ടിയും അവളോടൊപ്പം നൃത്തം ചെയ്തു. മനോഹരമായ നൃത്തം. തന്നെ ആരോ തഴുകുന്നത് പോലെ മിയക്കുട്ടിക്ക് തോന്നി. അവൾ പാവക്കുട്ടിയെ നോക്കി. കുപ്പിവളകൾ കിലുക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പാവക്കുട്ടി നൃത്തം ചെയ്യുന്നു. പിന്നെ ആരാണ് തന്നെ തഴുകുന്നത്? അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു. അരികിൽ അനിയൻ നിൽക്കുന്നു. തൻ്റെ നെറ്റിയിൽ തലോടിക്കൊണ്ടിരിക്കുകയാണ്. പേടിയോടെ അവൻ കൈകൾ പിൻവലിച്ചു. അവൻ്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരിക്കുന്നു. മീക്കുട്ടി അവനെ നോക്കി. ഒരു കൈയിൽ പിച്ചിപ്പറിച്ച പാവക്കുട്ടി ശരീരത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട്. പേടിയോടെ അവൻ പറഞ്ഞു, ചേച്ചി വാ, നമുക്ക് പാവക്കുട്ടിയെ ഉണ്ടാക്കാം. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളിൽ എന്തോ ഒരു ഭാവപ്പകർച്ച. തൻ്റെ അനിയനെ അവൾ ചേർത്ത് പിടിച്ചു. ആ കൈകളിലേക്ക് നോക്കി. അവൾ പറഞ്ഞു, ഈ കൈകളല്ലേ താൻ പാവക്കുട്ടിക്ക് വച്ചു കൊടുത്തത്. അവൻ്റെ കാലുകളിലേക്ക് നോക്കി. ഈ കാലുകളല്ലേ താൻ തൻ്റെ പാവക്കുട്ടിക്ക് പിടിപ്പിച്ചത്. ഈ കണ്ണുകൾ, ഈ ചുണ്ടുകൾ, ഇത് തന്നെയല്ലേ തൻ്റെ പാവക്കുട്ടിക്കുമുള്ളത്. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതല്ലേ തൻ്റെ പാവക്കുട്ടി. കുഞ്ഞനിയനെ കെട്ടിപ്പിടിച്ചവൾ മുത്തം കൊടുത്തു. അവൾ പറഞ്ഞുകൊണ്ടിരുന്നു, ഇതാണെൻ്റെ പാവക്കുട്ടി, ഇതാണെൻ്റെ പാവക്കുട്ടി. കൂട്ടുകാരെ, നിങ്ങളുടെ വീട്ടിലുമുണ്ടോ ഇങ്ങനെയൊരു പാവക്കുട്ടി? നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത കഥയുമായി വരുന്നവരെ ബൈ.